ഇനി ഫ്രീ തിങ്കേഴ്സ് ആയിട്ടുള്ള നിരീശ്വരവാദികളായിട്ടുള്ള എക്സ് മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ മനസ്സിലാക്കിക്കോ, ഞങ്ങളുടെ ചോദ്യം നമ്മൾ ചോദിക്കുന്നത് നിങ്ങൾ എന്തുകൊണ്ട് സ്വന്തം അമ്മയും പെങ്ങളുമായി ബന്ധപ്പെടുന്നില്ല, ആ ഒരു പ്രവൃത്തി എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്നുള്ളതല്ല. നിങ്ങൾ ആ പ്രവൃത്തി ചെയ്യാതിരിക്കാനായിട്ട്, സ്വന്തം അമ്മയും പെങ്ങളുമായിട്ട് ബന്ധപ്പെടാതിരിക്കാനായിട്ട് ഒരുപാട് കാരണങ്ങളുണ്ടാവും. അതായത് ഒരു പക്ഷേ സ്വന്തം അമ്മയും പെങ്ങളും ഫ്രീ തിങ്കേഴ്സ് ആയിരിക്കില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് നാട്ടുകാരെ പേടിയുണ്ടാവും, നിങ്ങൾ വീട്ടുകാരെ പേടിയുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ ജനിച്ചു വളർന്നതൊക്കെ ഒരു മതവിശ്വാസികളുടെ കുടുംബത്തിനകത്തായിരിക്കും. ഇങ്ങനെയുള്ള പല റീസൺസ് ഉണ്ടാവും, പല കാരണങ്ങളുണ്ടാവും. ഞങ്ങൾ ചോദിക്കുന്നത് നിങ്ങൾ എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്നുള്ളതല്ല, നിങ്ങൾക്ക് ആ ഒരു പ്രവൃത്തി തെറ്റാണെന്ന് എങ്ങനെയാണ് പറയാൻ സാധിക്കുക എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ ആശയം അനുസരിച്ചുകൊണ്ട്, നിങ്ങളുടെ ആശയം വെച്ചുകൊണ്ട് സ്വന്തം സഹോദരിയുമായിട്ടും അമ്മയുമായിട്ട് ബന്ധപ്പെടുക എന്നുള്ള പ്രവൃത്തി അത് തെറ്റാണ്, അത് എന്തുകൊണ്ട് തെറ്റാണ് എന്ന് നിങ്ങൾക്ക് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയാൻ സാധിക്കുക? ഇതാണ് ചോദ്യം, ഇതാണ് ഉത്തരം പറയേണ്ടത്. അല്ലാതെ നിങ്ങൾ ചെയ്യുന്നില്ല, എന്തുകൊണ്ട് ചെയ്യുന്നില്ല, പല കാരണങ്ങളുണ്ടാവും. ആ കാരണങ്ങളല്ല ഞങ്ങൾക്ക് അറിയേണ്ടത്. ഒരു സിനാരിയോ പറഞ്ഞു തരാം. ആരിഫ് ഹുസൈനെ പോലെയുള്ള, രവിചന്ദ്രനെ പോലെയുള്ള, മനുപ്രസാദിനെ പോലെയുള്ള രണ്ട് ഫ്രീ തിങ്കേഴ്സ്. ഈ രണ്ട് ഫ്രീ തിങ്കേഴ്സ്, അവരിൽ ഒരാൾ സഹോദരനും ഒരാൾ സഹോദരിയാണ്. രണ്ടുപേർക്കും കൺസെൻറ്റും ഉണ്ടെന്ന് വിചാരിച്ചു, കൺസെൻറ്റും ഉണ്ട്. അപ്പോൾ അങ്ങനെ ഈ രണ്ടുപേരും കൂടിയിട്ട് അത് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ പോയിട്ട് പറയുകയാണ്, മക്കളെ ഇത് ചെയ്യാൻ പാടില്ല. അപ്പോൾ അവർ ചോദിക്കും എന്തുകൊണ്ട്? അതാണ് ഉത്തരം പറയേണ്ടത്. അതാണ് നിങ്ങളെക്കൊണ്ട് പറയാൻ സാധിക്കാത്തതും. ഇൻസെസ്റ്റ് ചെയ്യുന്നത് അത് നിരീശ്വരവാദികളെ സംബന്ധിച്ചിടത്തോളം തെറ്റാണെന്ന് പറയാൻ സാധിക്കില്ല എന്ന് വിശ്വാസികളായിട്ടുള്ള മുസ്ലിങ്ങളായിട്ടുള്ള ആൾക്കാർ പറയുന്നതും അത് ചോദിക്കുന്നതുമാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കോ, ഒരു ഫ്രീ തിങ്കറെ സംബന്ധിച്ചിടത്തോളം ഒരു പട്ടിയുമായിട്ടും പൂച്ചയുമായിട്ടും തവളയുമായിട്ടും എലിയുമായിട്ടും പാറ്റയുമായിട്ടൊക്കെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് തെറ്റാണെന്ന് പറയാൻ സാധിക്കില്ല. അത് പരിപൂർണമായിട്ടും നിങ്ങളുടെ ആശയത്തിൽ അത് അനുവദിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ആരെങ്കിലും പറയുകയാണ് അവിടെ കൺസെൻ്റ് ഇല്ല, പശുവിൻ്റെ കൺസെൻ്റ് ഇല്ല, പോത്തിൻ്റെ കൺസെൻ്റ് ഇല്ല, തവളയുടെ കൺസെൻ്റ് ഇല്ല, പാറ്റയുടെ കൺസെൻ്റ് ഇല്ല എന്ന് നിങ്ങൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ പോത്തിനെയും ആടിനെയൊക്കെ അറുത്ത് കഴിക്കുന്നത് കൺസെൻറ്റ് ചോദിച്ചിട്ടാണോ? അപ്പോൾ ഇവിടെ മാത്രം കൺസെൻറ്റ് വേണം എന്ന് വാശി പിടിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വേറെ തെളിയിക്കേണ്ടി വരും. അതിനും നിങ്ങളെക്കൊണ്ട് സാധിക്കാൻ പോകുന്നില്ല. ഇത് മാത്രമല്ല, നെക്രോഫീലിയ, ശബരതി, ലഹരി ഉപയോഗം തുടങ്ങിയിട്ടുള്ള എന്തൊക്കെ അധാർമികപരമായിട്ടുള്ള കാര്യങ്ങളുണ്ടോ ഇതൊക്കെ നിരീശ്വരവാദത്തിൽ ആരിഫ് ഹുസൈൻ്റെ ആശയത്തിൽ ശരിയാണ്, ഒരു തെറ്റുമില്ല. ആ തെറ്റാണെന്ന് അവനോട് പറയാനും സാധിക്കില്ല. കൃത്യമായിട്ടുള്ള ചോദ്യത്തിന് ഉത്തരം പറയാൻ ശ്രമിക്കുക, അല്ലാതെ തരികട കാണിച്ചുകൊണ്ട് രക്ഷപ്പെടാൻ ശ്രമിക്കരുത്.